സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു. രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാറേ. എല്ലാവർക്കും പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവര് രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. അങ്ങ് ഇപ്പോൾ വൈറലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ ഇങ്ങനെ കൈയിട്ടടിച്ചിട്ട് LOP എഴുന്നേക്കണം ചോദിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. LOP എഴുന്നേക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ നേരത്തെ പറയേണ്ടതാണ്. അല്ല, ഞാൻ നിങ്ങളോട് ഞങ്ങൾ നിയമസഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പം നിയമസഭയിൽ ഇത് സംബന്ധിച്ച് വളരെ പച്ചക്കള്ളമാണ് പറയുന്നവർ. രാവിലെ പറഞ്ഞു. എന്നുവെച്ചാൽ അടിസ്ഥാനപരമായി തെറ്റായ കാര്യം പറയുമ്പം നമ്മളൊരു കാഷ്വലായി പറഞ്ഞിട്ട് പോവല്ല. രേഖ കിടക്കുകയാണ് നിയമസഭയിൽ 10-9-100 വർഷം കഴിഞ്ഞാലും. അപ്പോൾ രാവിലെ തെറ്റായ ഒരു രീതിയിൽ നമ്മുടെ വനംവകുപ്പ് മന്ത്രി വേറൊരു മന്ത്രി സംസാരിച്ചപ്പോൾ ഫിഷറീസ് മന്ത്രിയുടെ ഇടയ്ക്കിടപെട്ടു. അത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉച്ച കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു. അതൊരു കാഷ്വൽ റെഫറൻസ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് 5 പ്രാവശ്യം ഇതേപോലെ വന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. മുഖ്യമന്ത്രി സംസാരിച്ച സമയത്ത് ശശീന്ദ്രൻ മിനിസ്റ്റർ ഇടപെട്ടിരുന്നു. വസ്തുതയല്ല, ഞങ്ങളത് പിന്നെ നോക്കി. കാരണം അതൊരു ചർച്ച പോലുള്ള സംഗതിയായിരുന്നു. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ ഡിഫോമേറ്ററി ആയിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയാൻ തുടങ്ങി. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തുറന്നു പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അപ്പം അതിനു മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ എണീച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത് പറയുന്നത് ഞങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കാണാം ആ വിഷ്വൽസിൽ പുറകിലൊക്കെ നിൽക്കുന്ന തൊട്ടുപുറകെ സജി ചെറിയാൻ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിരിക്കുന്നു, ഇപ്പുറത്തെ CPIയുടെ നേതാവായിട്ടുള്ള ശ്രീരാജനുണ്ട്. ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ കേട്ടോണ്ട് നമ്മൾ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളത് സംസാരിച്ചിട്ടാണ് ഞാൻ എണീച്ചിട്ട് ആരോടെ പറയുന്നത്, ഈ മന്ത്രിയോട് പറയാം, നിങ്ങൾ കാണിക്കുന്ന അങ്ങേറ്റം നുണ മാത്രം പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. സ്പീക്കറോട് ഇടപെടാൻ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറ്റില്ല. എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന അങ്ങനെ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇത് കേൾക്കാതെ ഇറങ്ങിപ്പോകൂടോ? ഞങ്ങൾ പരസ്പരം സംസാരിക്കാവുന്ന ഒരു കാര്യം ഞാൻ ഉന്നയിച്ച് പറയില്ല. അതാണ് വന്നത്. പക്ഷേ അവിടെ ഈ പല ആളുകളും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ, നിയമസഭാ രേഖകളെക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ വിഷ്വൽസ്. അതിനകത്ത് ചെറിയൊരു മോർഫിങ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അവസാന ഭാഗം, അതായത് പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നതൊക്കെ, അത് സീരിയസ് ആയ ഒരു പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. സഭയ്ക്കകത്തെ രേഖകൾക്കുള്ള ഒരു പ്രസംഗം തെറ്റായി വളച്ചൊടിച്ച് കൊടുക്കാൻ പാടില്ല. അതേസമയം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചതാണ്. ഇത് നമ്മൾ പ്രതിപക്ഷ LOP എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. LOP ഇതുപോലെ കേൾക്കുന്നത് ഇങ്ങനെ LOP ആണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചിട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഈ കാര്യം അത് പറഞ്ഞ ആ വിഷ്വൽ കൃത്യമായിട്ട് ചില വീഡിയോയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തം തിരിച്ച് പിന്നെ LOP എണീക്കണം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂടിയാലോചന നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ട് തന്നെയല്ലേ, അത് പറഞ്ഞിട്ട് തന്നെയാണല്ലോ ഉന്നയിക്കുന്നത്. അല്ലാതല്ല പ്രചരിക്കുന്നതെന്ന് പറഞ്ഞാൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയില്ല, അപ്പോൾ എണീക്കണം LOP. അങ്ങനെ പറയുന്നതല്ല. ഞാനീ പറഞ്ഞ സീരിയസ് ആയ ഒരു പ്രിവിലേജ് പ്രശ്നം കൂടിയുണ്ട്. സഭയ്ക്കകത്തെ രേഖകളിൽ വീഡിയോയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ചില മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അത് കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖമൊക്കെ വ്യത്യസ്തമായി കാണിക്കുന്ന രംഗമൊക്കെ വന്നേക്കുന്നത്. അത് അങ്ങേറ്റം പ്രിവിലേജ് പ്രശ്നം തന്നെയാണ്. അതൊരു സീരിയസ് ആയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.